ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ബാക്ക് ടു ഹോം വ്ലോഗാണ്. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കുറേ ദിവസം ഈ ഇരുന്ന് നമ്പേഴ്സ് വെട്ടി അവസാനം വീട്ടിൽ പോകേണ്ട ദിവസം ഡേറ്റ് എത്തി. 23 വെട്ടിയായി. ഇന്ന് ഡേറ്റ് എത്ര? 22 വരെ ഞങ്ങൾ വെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഓൾറെഡി ഞാൻ ആദ്യം എഴുതിയതാണ്. പിന്നെയാണ് വിചാരിച്ചത് ഇനിയിപ്പോൾ കലണ്ടർ വെട്ടാന്ന് വെച്ചാൽ ഞങ്ങൾ കലണ്ടർ ഇത്രയും വെട്ടി വെച്ചത്. കൊള്ളാം അല്ലേ? കളർഫുള്ളായിട്ടുണ്ട്. എല്ലാ കളർ പെനിയിട്ട് ഞങ്ങൾ വിട്ട്. നാളെ ഇനിയിപ്പോൾ 23. നാളെ ഞങ്ങൾ വീട്ടിലെത്തും. ഞാൻ രാത്രിയാവും. നമ്മൾ കൊല്ലം സ്പെഷ്യലിലാണ് കയറി പോകുന്നത്. ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ ഇങ്ങനെ എൻ്റെയും എൻ്റെ ജൂനിയർ ഐശ്വര്യയുടെയും ഇത് മാത്രം മറ്റേ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്നെ കിടക്കാം. അത് 1, 2 ഒക്കെ ആയിരുന്നു. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ കിടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അതിപ്പോൾ ഇനി എങ്ങനെ RIC കയറിയാൽ മതി എന്നുള്ള ഇത് മൈൻഡിലുണ്ടായിരുന്നു. ബാക്കി 3 RIC കയറി. ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ പിന്നെ വിചാരിച്ച ചുമ്മാ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയണേ, അത് ഓൾറെഡി കൺഫേം ആയിട്ട് കിടന്നിരുന്നു. സീറ്റ് നമ്പറും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മൈൻഡിൽ അത് പോകുന്നില്ല. കാരണം ഇന്നലെ വരെ RIC ചെയ്യുന്നത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് കൺഫേം ആവില്ല എന്നുള്ള മൈൻഡിൽ ഞാനാണെങ്കിൽ അതങ്ങനെ എന്നെ വിചാരിച്ചു. ഞാൻ ഇത് കൺഫേം ആയി. ഇതിപ്പോൾ എങ്ങനെയാണ് വെയിറ്റിംഗ് ലിസ്റ്റ് RIC നോക്കി ഇതിനകത്തൊന്നും എഴുതുന്നില്ലല്ലോ എന്ന് കാണിച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഇവൾമാരെ കാണിച്ചു കൊടുക്കും. അത് അങ്ങനെയല്ല, പെട്ടെന്ന് കൺഫേം ആയതാ സംഭവം. പെട്ടെന്ന് കൺഫേം അങ്ങനെ ആക്കിയതാണ്. അപ്പം എന്താ പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് രാത്രി. അപ്പോൾ ഇന്ന് രാവിലെ എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത്. നോക്കിയപ്പം കൺഫേം നോക്കി. ഞാൻ ഇവിടെ ചുമ്മാ കാണിച്ചു കൊടുത്തു. എടി നോക്കടി ഇതെന്ത് എങ്ങനെ എങ്ങനെ അറിയാൻ പറ്റില്ലെന്ന് വെച്ചപ്പോഴത്തേക്കും ട്രീസ് പറഞ്ഞ് എടി ദാണ്ട് ഇത് സീറ്റ് നമ്പർ, ഇത് കൺഫേം ആയ സീറ്റാണെന്ന് തോന്നുന്നു. നോക്കിയപ്പോൾ ശരിക്കും എനിക്ക് ബോധം വന്നത് അപ്പോഴാണ് മനസ്സിലായത് കൺഫേമായി. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് 3A പോകാൻ പോകണം ട്രെയിനിൽ. അതിൻ്റെ ചെറിയ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം. നമ്മൾ ഈ എക്സൈറ്റ്മെൻ്റ് ഒക്കെ വെച്ചിട്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുതപ്പ് കാണൂല, ഒന്നും കള്ളാസനം തണുത്ത് ഉറച്ച് കാണിക്കും. ചിലപ്പോൾ AC കണ്ടില്ലെങ്കിൽ ശരിക്കും ഞങ്ങളെന്തായാലും സ്വെറ്ററൊക്കെ ആയിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. ഇവിടെ തന്നെ നല്ല തണുപ്പായി. ഇവിടുത്തെ തണുപ്പിൽ തന്നെ ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പം പിന്നെ പറയുന്നുണ്ട് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വീട്ടിൽ പോകാൻ. ഞങ്ങളെ പെട്ടിയല്ല ഞങ്ങളെല്ലാം പ്രിപ്പയർ. എൻ്റേതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 55 കിലോയേക്കാൾ കൂടുതലുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. കാരണം അമ്മ അത്രയും ഡ്രസ്സ് ഞാൻ കുത്തിച്ചെരി കയറ്റി. ഞങ്ങൾ അടുത്ത തേർഡ് ഇയർ ഫൈനലായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോകല്ലേ. അപ്പോൾ പിന്നെ നമ്മളിവിടെ തുണി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം പിന്നെ അത് പിന്നെ ഇരട്ടി പണിയാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അത് കൊണ്ടുപോകാം. എല്ലാ തുണിയും കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ട് വെക്കാമെന്ന് വെച്ചു. ഉപയോഗിക്കാത്ത അടുത്ത വർഷം ഇൻറ്റേൺഷിപ്പ് അല്ലേ. അപ്പോൾ അധികമൊന്നും ആവശ്യമില്ല. ചെറിയ അങ്ങനെ വലുതായിട്ട് വലിയ കുർത്തി അങ്ങനത്തെ ടൈപ്പൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് എൻ്റെ ഒരു ട്രോളി നിറച്ചും ബാഗുണ്ട്. അതൊക്കെ ഞാൻ ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും എങ്ങനെയും മാനേജ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഈ വ്ളോഗ് പത്ത് ഞാൻ പറയണത് മാത്രമേ കാണും. അതുകൊണ്ട് നമുക്ക് നിൽക്കണം. നീ ഓക്കെയാണ്. പാവം നമ്മളെ ഗിഫ്റ്റ് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചും കയറി പോകുന്നത് അല്ലേടി ഗിഫ്റ്റ്. ഇന്നലെ കരഞ്ഞെന്നൊക്കെ പറഞ്ഞു. സത്യം തന്നെ കള്ളി കാണാമോ ഗൈസ് നിങ്ങൾക്ക്? എന്നാ തണുപ്പെന്നാ ഇവിടെ. ഇവിടെ ഒക്കെ കാണണം. ഞാൻ ഉരുട്ടിക്കൊണ്ട് പോവാം. ഞാൻ മാത്രമേ കാണൂ ഈ ലീവിന് ഇത്രയും വെട്ടിയായിട്ട് ഉരുട്ടിക്കൊണ്ട് പോകുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ കണ്ടോ? അയ്യോ സെറ്റ് ഇഷ്ടപ്പെട്ട്. ഇവിടെ കാണിച്ച് എൻ്റെ ഒറ്റ കൈയണ്ടേ. ഇവിടെ കുറച്ച് അപ്പോൾ ഒന്ന് അശ്വതിയാണ് ഗൈസ്. ഇവിടെ കുറച്ച് നല്ല തണുപ്പാണ്. കുറച്ച് എന്താ പറയുക, ഒരുമാതിരി പുക പിടിച്ച പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. കണ്ട പുക വേണമെന്നേ പറയത്തുള്ളൂ. അപ്പുറത്തെ സൊമാജി കൂടെ ഡ്യൂട്ടിക്ക് പോകുന്ന ചേച്ചിമാരെ ബസ്സിൽ കയറി. അപ്പോൾ അവിടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് അറിയത്തില്ല. എനിവേസ് പോയി നോക്കാം. അശ്വതി അവിടെ വരെ എത്തി. എനിക്ക് ഈ ബാഗ് ഉരുട്ടുണ്ട്. ഈ വഴിയെ പോകാൻ പറ്റും. നമുക്കൂടെ നടന്നു പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ ചെന്നിട്ടാണ്. അവിടെ ചെന്നിട്ടാണ് എന്ത് ചെന്നിട്ട് കാണാൻ എനിക്കറിഞ്ഞില്ല. അവിടെ ചെല്ലട്ടെ. ബസ്സിൽ കയറി യാത്ര. ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഒരു ബസ്സുണ്ടെന്ന് ഞങ്ങളുടെ അടുത്ത് വാർഡൻ മാം പറഞ്ഞു. അന്നേരം ഞങ്ങൾ ആ ബസ്സിൽ വരാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും വാർഡൻ രാവിലെ ആയപ്പോൾ പറയുന്നു ആ ബസ്സില്ല. അങ്ങനെ അവസാനം സമാജി കൂടെ ഡ്യൂട്ടി പോകുന്ന ചേച്ചിമാരെ ബസ്സിൽ കയറി ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് ബാഗെല്ലാം സീറ്റ് വെച്ചപ്പോൾ സെക്യൂണ്ട് എല്ലാ ബാഗ് വെച്ചാൽ സെക്യൂരിറ്റി പറഞ്ഞു എന്തിനാണ് സീറ്റിൽ വെക്കുന്നത്, ഔട്ടിങ്ങിനുള്ള ബസ്സല്ലല്ലോ. ഔട്ടിങ്ങിനുള്ള ബസ്സിലാണെങ്കിൽ ബാഗ് വെക്കോ സീറ്റിൽ. എനിവേസ് എന്തായാലും നമ്മൾ കയറിയിട്ട് പോകും. ഇപ്പം എന്തായാലും ഞങ്ങൾ ഐശ്വര്യയാണെങ്കിൽ അവളുടെ ഒരു ബാഗ് എടുക്കാണ്ട് ഇത് പോകും. ഇപ്പം നമ്മുടെ ലാപ്പിൽ നിന്നുള്ള ആപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യാൻ പോകും. ഇനിയിപ്പം ഹോസ്പിറ്റലിൽ വരെ അയക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ സമാജിയുടെ ചേച്ചിമാരെ ഡ്യൂട്ടിക്ക് ഇറക്കിയിട്ടാണ് നേരെ സെക്കൻഡറാകുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്.
ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്തില്ല. ശരി, വീഡിയോ ഫോട്ടോന്ന് വെച്ച് ശരി. നമുക്ക് വീഡിയോയിലൊക്കെ ഇങ്ങനെ ചുമ്മാ വീഡിയോ ആയിരുന്നു പറഞ്ഞ ഫോട്ടോയില്ലേ വീഡിയോ. ഗൈസ് ഞങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ലഗേജ് ഒക്കെ ഇത്രയും ലഗേജ് ആയിട്ട് അവിടെ പോകുമ്പോൾ ഒരു നേരോ ഫുഡ് വന്നിട്ട് പോകാൻ നിന്ന് കഴിഞ്ഞാൽ ലേറ്റ്. അതുകൊണ്ട് അശ്വതിയുടെ ടെൻഷൻ കണ്ടോ നിങ്ങൾ? സോറി, അശ്വതിയുടെ ടെൻഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. കുഴപ്പമില്ല അശ്വതി, ടെൻഷൻ മാറും ഒരു സമയത്ത്. അടി തുടങ്ങി. എന്നാ അശ്വതി? ഒന്നും ഇല്ലടി. ഓക്കെ ബൈ. ഈ ഫൈറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കും. 5-10 മിനിറ്റ് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. 12 മണിക്ക് ട്രെയിൻ. ഇപ്പൊ 10:30 10:36 ആകുമ്പോഴേ വരത്തുള്ളൂ എന്ന് പറഞ്ഞത്. എപ്പോൾ പോകാനാന്ന് അറിയില്ല. ഇവിടുന്ന് ചല്ലപ്പള്ളി വരെ എത്ര ദിവസം? എനിക്കിപ്പോൾ ടെൻഷൻ കയറും. വേറെ ഒന്നും കൊണ്ട് ഈ ലഗേജ് കൊണ്ട് പോകുന്നതാണ് പേടി. പിന്നെ ഏത് ഇതാണെന്ന് അറിയത്തില്ല. അതെ, നമുക്ക് ഈ ലഗേജ് എല്ലാം എന്തോന്ന് ഗൂഗിൾ പേ തരാമോ? ഗൂഗിൾ പേ. താങ്ക് യു. അതൊക്കെ മത്തിയിടും. സൊമാറ്റോന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്തതിന്റെ കഷ്ടപ്പാടാ ട്രീസയ്ക്ക്. എന്തൊക്കെ ഭാഷയാ താങ്ക് യു. കേരളി വന്നതിന് പറ. ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, ഇനി ഏതെങ്കിലും ഭാഷ കൂടെ ഉണ്ടോ മിക്സ് ആക്കാൻ? അല്ല, മലയാളം കൂടെ പറയാം. ഹായ് കാണി ട്രീസ. ഫുഡ് കിട്ടിയതിന്റെ സന്തോഷമാണെന്ന് തോന്നുന്നു. ഹല്ലി കഴിക്കൂല, ഞാൻ കഴിക്കാം. പിന്നെ 3 മാച്ച് നിനക്ക് നീ തിന്നും കുറേ. നമുക്ക് അവിടെ ചെല്ലട്ടെ. ബേബി നോക്കടി വാവേ, വാവ നോക്കടി, ചേച്ചിയുടെ വാവ നോക്കടി, ചേച്ചി പറയട്ടടി. നോക്കിങ്ങോട്ട്. നോ വേർഡ്സ് എന്നാ ശരി. അശ്വതിനെ സർക്കസിൽ കൊണ്ടിരുത്തണ കഥ പറയുകയാണ്. എന്തെന്ന് ട്രെയിനിൽ കയറി റെഡി ഭക്ഷണം ആക്കിയ കഥ. അശ്വതിയുടെ തല പശു നോക്കിയത്. അപ്പം സംഭവം എന്ന് വെച്ചാൽ ഒരു വീഡിയോക്കകത്ത് ചെറുക്കാനാണെങ്കിൽ ആ ചെറുക്കാൻ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിനക്ക് പന്നിബുദ്ധി എന്ന് പറഞ്ഞതിന് ടോർച്ചർ ചെയ്ത്. അപ്പൊ അങ്ങനെ ടോർച്ചർ ചെയ്ത ചെറുക്കാനാണെങ്കിൽ അതിന്റെ ഇതായിട്ട് അവൻ കോല ചെയ്യാനൊക്കെ ഇങ്ങനെ പോയി. അപ്പൊ അശ്വതിയുടെ തല പന്നി നക്കാൻ കാരണം അത് പന്നിബുദ്ധി, പശു നക്കാൻ കാരണം അത് പന്നിബുദ്ധി ആയതുകൊണ്ട്, പന്നിയുടെ ബ്രെയിൻ ആയതുകൊണ്ടാണ്. അതാണ് സംഭവം, അതാണ് കഥ. അതിന്റെ ഡിപ്രഷൻ അങ്ങോട്ടേക്ക് ഫോൺ കാണിക്കും. ബുദ്ധി ആർക്കും വേണ്ടി കണ്ണു പറഞ്ഞു. കരയണ്ട ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻസി ഉറങ്ങിയാ? അത് തന്നെ ആൻസിയുടെ എപ്പോഴും ഒരു 5 മിനിറ്റ് സ്ലീപ്പ്. അതിന് കൊള്ളാം. കണ്ടിട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ബാഗുന്തി എയർപോർട്ട് നല്ല രസമുണ്ട്. അയ്യോ, കാണാൻ പറ്റില്ല അത്രയ്ക്കൊന്നും. പക്ഷെ നമ്മളിങ്ങനെ ഒരു നിഴല് പോലെ കാണാൻ പറ്റും. ഇവിടെ എന്താ എഴുതി കാണിക്കല്ലോ എൻ്റെ ഫോണിൻ്റെ ഇവിടെ. ഹലോ ഗായ്സ്, ഞങ്ങൾ അപ്പൊ ട്രെയിനിൽ കയറി. ഇവക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇവൾ ഇൻവേർട്ടർ. അതിന് ഞാൻ പറയാൻ വന്നേ ഇല്ലേ? ഇല്ല, പറയാൻ വന്നിട്ടില്ല. തന്നെ വന്നു. എന്റെ അടുത്ത് 500 ഗൂഗിൾ പേ ഇട്ട ഇവിടെ എനിക്ക് ഇതൊക്കെ പറയാൻ പറയുന്നത്.
ആദ്യമായിട്ടാണ് എ സിയിൽ കാരണം എ സി ഔട്ട്സൈഡ് കണ്ടുകൂടാ നമുക്കുണ്ട് അപ്പുറത്ത് വേറെ ട്രെയിൻ ഉണ്ട്. എടി ഞാൻ എവിടെ ഇറങ്ങണേന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാനേ കായംകുളത്ത് ഇറങ്ങും. കായംകുളം കൊല്ലം ജംഗ്ഷൻ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് കായംകുളത്ത് ഇറങ്ങി. അവിടെ കുറച്ചും കൂടെ എളുപ്പമെന്നാണ് അച്ഛൻ പറഞ്ഞു അത് കുളിക്കാൻ വരെ. കായംകുളം അവിടെ കായംകുളത്ത് സ്റ്റോപ്പ് ഉണ്ടോ? കായംകുളം സ്റ്റോപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞത് കൊല്ലം ജംഗ്ഷൻ. അപ്പോൾ ഓക്കെ നമുക്ക് കഴിക്കുമ്പോഴേ കാണാം. ഇപ്പൊ കഴിക്കുമ്പോ വിശക്കുന്ന എനിക്ക് ഈ ബാഗൊക്കെ തൂക്കിട്ട് എൻ്റെ എല്ലാ ആരോഗ്യവും തീർന്നു. ഇവളെനിക്ക് ചമ്മന്തി കടന്നു കാരണം ഇവളെൻ്റെ ട്രൂ ഫ്രണ്ടാണ്. ഓർഡർ ചെയ്തേ അവളുടെ ബാഗിനകത്തുണ്ട്. ഇവളെല്ലാം കണ്ടുപിടിച്ച് ഞാൻ കണ്ട് അതെന്തെങ്കിലും പറഞ്ഞു കേട്ടി നിന്റെ ബാഗിൽ നിന്ന് വെക്കാവോ സ്പേസിന്റെ സംതിങ് എന്തോ. ഞാൻ ഒന്നും പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ. ഞാൻ അവള് കാണാതെ എടുത്ത് വെച്ചായിരുന്നു അവളുടെ ബാഗ്. ആ ഫുഡിനെ പറ്റി നീ പറഞ്ഞു. അത് നീ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാലേ അവള് വേറെ ഏതാണ്ട് അവള് മെസ്സിലെ ചേട്ടന്മാരുണ്ടാക്കി തന്ന ഫുഡിനെ പറ്റി ഞാൻ വിചാരിച്ചു. പോയി കഴിക്കട്ടെ. അതാ ഷേക്കും അനങ്ങുന്നുണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. അത് മൂവ് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ മതി. അറിയാൻ പറ്റുന്നുണ്ട്. ആ 37 കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇനി ഈ അപ്പുറത്തെ ട്രെയിൻ അനങ്ങുന്ന പോലെ ഫീലില്ലേ? പക്ഷേ ഈ ട്രെയിനാണ് അനങ്ങുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ആ റൂട്ട്. ഓക്കെ ഞാനാണ് അങ്ങോട്ടിരിക്കുന്നത്. നമുക്ക് ലൂഡോ കളിക്കാം. ചെറുത് വേറെ കഷ്ണങ്ങൾ ഒരുമിച്ച് അല്ലെങ്കിൽ എല്ലാം കൂടെ ചോർന്ന് എനിക്ക് ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു ഈറ്റിംഗ് ബ്ലോഗ് ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം തിന്നണ മാത്രമേ കാണത്തുള്ളൂ. ഓ പിന്നെ കള്ളി നേരത്തെ കളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നീ ബ്ലൂ എടുക്കണേ. എനിക്ക് കളിച്ചോ. കണ്ടാ ഒറ്റ വെടിക്കല്ലേ നമ്മൾ ഉടനെ ജയിക്കുന്നതായിരിക്കും. അയ്യോ എന്തൊരു നല്ല ചിരി. ആ ചിരി വന്നില്ല. അതല്ല ഹെൽപ്പല്ല, ഇത് പൊട്ടി പോവാൻ നമ്മൾ നോക്കണം. ഇങ്ങനെ തൂങ്ങിട്ട് ഇവള് പറയല്ലേ ഞങ്ങൾ വന്നത് ഇറങ്ങാനെന്ന് തോന്നുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉറക്കം കയറുന്നത്. താഴെ ഞാനാണ് കിടക്കണം. എനിക്ക് ലോവറാണ് കിട്ടി. ഇവക്ക് മിടി. ഇവിടെ കയറി കിടന്നിട്ട് അറിയാലോ. അതിൽ നീ ആലോചിച്ച് നോക്കി താഴെ വീണാല് ഇങ്ങനെ തൂക്കിയിട്ട് നമ്മൾ ആട്ടി നോക്കണം. പൊട്ടുമ്പോ ഇങ്ങനെ വീഴും ഇവളുടെ മണ്ടയിലോട്ട്. അപ്പൊ ഇവള് പറഞ്ഞ് അതിൽ നീ ആലോചിച്ചോക്കെ എങ്ങാനും ഞാൻ പൊട്ടി എങ്ങനെ നിന്റെ ദേഹത്തൂടെ വീണാ. ഞാൻ എന്റെ കാര്യം കഴിഞ്ഞോ? വേണ്ട. അയ്യോ അങ്ങനെ പിടിച്ചു കയറുന്നത് എന്തിനാണ്? കൊറപ്പാ. ലക്ഷറി ലൈഫ്. 1 2 3 4 5 മേ ബി ഒരെണ്ണത്തിൽ രണ്ടെണ്ണം. ഇല്ല ചേട്ടൻ ഓൾറെഡി എടുത്തു. ഒരെണ്ണം ഒരാൾക്ക്. 2 എണ്ണം ഒരാൾക്ക്. 2 എണ്ണം. ആ ചേട്ടൻ നോക്ക് 2 എണ്ണം എടുത്തേക്കണം. ആ സ്വെറ്ററോ ഇത് ആ പുറത്ത് ഏത് ആ കമ്പിളി ഒരെണ്ണം. ഇവളെന്തോന്ന് എടി ഒരു കമ്പിളി ഒരു പുതപ്പും. ഇവിടെ 2 പുതപ്പും ഒരു കമ്പിളിയും പുതയ്ക്കാൻ. ഈ ചേട്ടൻ ഓൾറെഡി എടുത്തു. പിന്നെ വേണ്ട 1 2 3 4 5 എണ്ണം ഉണ്ട്. കഴിഞ്ഞോ? എന്താ പ്രശ്നം? എടി ഇവക്ക് ഞാൻ റെയിൽ വേട പുതപ്പറ്റു. ഒരു പില്ലോയും ഒരു വെള്ളയും ഒരു ബ്ലാങ്കറ്റും അങ്ങനെ 3 സാധനം ഒരാൾക്ക്. ആ ഇപ്പൊ മനസ്സിലായി. ഇത് വിരിക്കാനായിരിക്കും ഇവിടെ. ബെഡിൽ വിരിക്കാനായിരിക്കും 2 ബെഡ്ഷീറ്റ്. ഞാനതിന്റെ പറഞ്ഞോണ്ടിരിക്കുന്നേ. കൊണ്ടുപോകും ഓരോരുത്തരുടെ. ഞാൻ താഴെ കിടക്കും. പോയേടി വേണ്ട 4 4 ചാർജ് നോക്കി നടക്കും. 3% കൂടെ ഉണ്ട്. 3% കൂടെ. ഇവക്ക് ഭ്രാന്ത്. എടി വൃത്തി വേണം. പതിയെ പറഞ്ഞാ പോരെ, ഞങ്ങൾക്ക് കേട്ടാ പോരെ. അപ്പുറത്തെ പോയി ട്രെയിൻ മൊത്തം അറിയിക്കണം എന്ന് എന്റെ ആഗ്രഹം. പിന്നെ നിങ്ങൾ സമ്മതിക്കാത്തോണ്ട. അതല്ല എന്റെ
വീണ്ടും പോയോ? നമ്മള് നശിപ്പിക്കുവാ എന്റെ സാധനം. ഞാൻ തൊട്ടില്ലേ. എന്തിനാ ഇങ്ങനെ നശിപ്പിക്കുന്ന നീ? നിനക്ക് എന്നാ സൂക്കേടാ പറഞ്ഞിട്ടേ മനഃപൂർവ്വം ചെയ്തത് പോലെയാണ്. എന്നാ സൂക്കേടാ എന്നാ സൂക്കേടാ. ഇത് 3ാമത്തെ തവണയാ സാധനം വീഴും. ഇതിവിടെ വെച്ചോ, ഞാൻ അവിടെ പിടിക്കാം. പിടിക്കാവോ കമ്പിയില്? റെയിൽവേയുടെ കമ്പിയല്ലേ പിടിക്കാം. വേറെ വേഗം ഫോൺ ഓടി സക്സസ്ഫുള്ളി അവള് കിടന്നു. ഞങ്ങളുടെ പേട്ട ബാഗ് കൊടുത്തു. ഹലോ ശരിയാണ്. രണ്ട് പുതപ്പിടിക്കണം കേട്ടോ. ഞാൻ തരത്തില്ല ആർക്കും. എന്റെ പുതപ്പിങ് എടുത്തേ അവിടുന്ന് അടുത്തേക്ക് എടുത്തേ. ബ്ലാക്ക് കമ്പിളി എന്ത് തേങ്ങ കുത്തി കുത്തി കയറുന്ന. എനിക്കത് മതി. എല്ലാം സെയിം. എനിക്കത് വേണം. നിന്റത് എനിക്ക് നിന്റത് മതി. ശല്യം തന്നെ. ഇതെടുത്തോണ്ട് പോ. നമുക്ക് ഏതായാലും മതി. പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി ഒന്നും ചോദിച്ചോണ്ട് വരുന്ന കടി ഇതും കൂടെ പിടിച്ചോ. ഞാൻ ഇവിടെ കിടക്കാൻ പോവാ. അവള് ഹെൽപ്പ് ചെയ്യുക. നീ ഇങ്ങനെ എന്നെ ട്രേസ് അവള് ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ അവൾ എന്നോട് പറഞ്ഞു. കാരണം ഹെൽപ്പ് ചെയ്യുന്ന യൂട്യൂബിൽ ഇട്ട പൈസ കിട്ടും. ഹെൽപ്പ് ചെയ്ത് ടിപ്പ് നിങ്ങൾ എല്ലാരും ടിപ്പ് കൊടുക്കണം. ഇവളെ ഹെൽപ്പ് ഒന്ന് എടുത്ത് തരുമോ? ഞാൻ കെഞ്ചാണ്. നീ നിന്നെയാണ് എടുക്കുന്നത്, എന്നെ തന്നെയാണ്. ഇവൾക്ക് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ എടുത്ത് ഞാൻ ടിപ്പ് കിട്ടുന്ന യൂട്യൂബിൽ ഇവളെ ആരോ പറഞ്ഞു ഇവളുടെ അടുത്ത്. അതുകൊണ്ട് ഇവളെ എന്നെ ഹെൽപ്പ് ചെയ്തു, വേണ്ട ഇവളെ ഹെൽപ്പ് ചെയ്തു. ഇവള് അവളെ ഹെൽപ്പ് ചെയ്തു. സോ എന്തിനാണ്? ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഓരോരോ വീഡിയോസൊക്കെ കാണുമല്ലോ, അതിങ്ങനെ കണ്ട് ഇൻസ്പയർ ആയിട്ട് അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക, ചിലരിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ അതുപോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് വ്യൂസ് കൂടും. പിന്നെ ആരെങ്കിലുമൊക്കെ ടിപ്പ് തരാൻ തോന്നിയാൽ അങ്ങനെ ടിപ്പൊക്കെ തരും. അങ്ങനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരി പെട്ടെന്ന് എന്ത് ചെയ്ത് ഇങ്ങനെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ എന്താ കുറച്ച് പൈസ കിട്ടത്തില്ല. ആ പൈസ വെച്ചിട്ട് ഡ്രസ്സ് വാങ്ങണം, പിന്നെ എന്താണ് ഫുഡ് അടിക്കണം, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകണം. ഇതൊക്കെയാണ് അവളുടെ മെയിൻ ലക്ഷ്യം. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ അവൾ തിന്നാതെ പട്ടണിക്ക് കിടന്നിട്ടാണെങ്കിലും പോവും. പിന്നെ ആണെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വാങ്ങാനായിട്ടൊക്കെ പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അവൾക്ക് ഇതിനകത്തുനിന്ന് പൈസ കിട്ടിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ എന്തോ ഒരു കാറൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വാങ്ങണമല്ലോ. അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഇങ്ങനെ സഹായങ്ങൾ ചെയ്യുമ്പം ടിപ്സ് കിട്ടും. സോ അത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അവളിങ്ങനെ കാട്ടാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, മാക്സിമം ഷെയറിങ് ചെയ്യണം. എന്നാൽ മാത്രം അവർക്ക് ടിപ്പും പിന്നെ വ്യൂസും കയറിയിട്ട് പൈസ കിട്ടി ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. സോ ഗൈസ് ബൈ. ആ റാപ്പിടെ കൂടെ ആണെങ്കിൽ ഞാൻ ഉറങ്ങി കിടക്കുക, നിങ്ങൾ എല്ലാവരും ഉറങ്ങി കിടക്കുക. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് നിങ്ങൾ ഫുഡ് വാങ്ങിച്ചത്. അപ്പോൾ ഫുഡ് വാങ്ങിച്ചപ്പോഴത്തേക്കും ആണെങ്കിൽ അപ്പോൾ ഗ്രീൻ പീസ് നമുക്ക് നോയമ്പുള്ളവർക്ക് അല്ലാത്തവരൊക്കെ അപ്പവും ചിക്കൻ കറിയൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. എന്നാ കാരണം എന്താണെന്നറിയാമോ? ഇവർ റാപ്പിടെ വഴി നീയും നിങ്ങൾ രണ്ടും ഉറങ്ങിയില്ല, ഞങ്ങൾ രണ്ടും ഉറങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ അക്കൗണ്ട് വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഡെപ്പയ്ക്കകത്ത് തുറന്നൊക്കെ ചൂടപ്പം നമ്മുടെ നാട്ടിലെ പാലപ്പം എടുത്ത് കഴിച്ചു. എൻ്റെ വാന ടേസ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇവർ നമുക്ക് വേണ്ടി വാങ്ങിച്ചില്ലോ. അപ്പൊ ഞാൻ വായ വെക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് അത് പാലപ്പം. ഞാൻ ഓൾറെഡി കണ്ടേ, പിന്നെ അഭിനയിച്ചു. പിന്നെ കഴിച്ചു. അശ്വതി എനിക്ക് വേണ്ടി മേടിച്ചു. സത്യം പറഞ്ഞ സ്വപ്നമല്ലേ? സ്വപ്നം. അതുകൊണ്ട് അവള് വാങ്ങിച്ചു നോക്കൂന്ന് എനിക്കറിയാം. ഞാൻ അപ്പൊ ഒന്ന് ഞെട്ടി. ഈ പെണ്ണതിന് എനിക്ക് വേണ്ടി വാങ്ങിച്ചു. അങ്ങനെ വാങ്ങാൻ വഴിയില്ലല്ലോ എന്ന് ഓർത്ത്. പക്ഷെ നീ വാങ്ങിച്ചു വെച്ച് ഞെട്ടി അശ്വതി ഓർത്ത്. സ്വപ്നത്തി ഞാൻ എന്നാ വിചാരിച്ചതറിയാമോ? ശരി ഇന്നോടെ പൈസ ഇവിടെ റാപ്പിഡ് കിട്ടുമോ? ഇത് പഞ്ഞിയാണോ എന്താ? സോ നമ്മളിപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ബൈ എന്നപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ. വെട്ടി കളിക്കണേ. ഞാൻ വെട്ടും. പ്രതീക്ഷിക്കേണ്ട. മുറുക്ക് കഴിക്കുന്നു. ഇപ്പൊ നമ്മള് പരിചയപ്പെട്ട അവര് നമുക്ക് തന്നെ നമ്മൾക്ക് ചേട്ടന്മാരാണെങ്കിൽ ഫുഡ് തന്നും, നമ്മളാണെങ്കിൽ സ്നാക്സ് പോലെ കഴിച്ചു. അപ്പൊ നമ്മളത് ടേസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നു. ഈ ചേട്ടന്മാരെ തന്നെ
സത്യം പറഞ്ഞാൽ ചിരി വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞാനാണെങ്കിൽ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് എനിക്ക് കുറച്ചിങ്ങനെ ഇവരെ കാണുമ്പോൾ ഒരുമാതിരിയൊക്കെ പോലെ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ എൻ്റെ ജൂനിയർ നല്ല ടേസ്റ്റ് ഉണ്ട് മുറുക്കിന്. പിന്നെ ബൈ. റൗണ്ട് ഓൾറെഡി ഫുഡ് കഴിച്ച് കിടക്കാൻ പോവുക. ഓൾറെഡി ബെഡൊക്കെ റെഡിയാക്കി കിടക്കാൻ പോവുക. ഞങ്ങളിവിടെ കുറച്ച് പരിചയമൊക്കെ പെട്ട് അവർ ഞങ്ങൾക്ക് മുറുക്കൊക്കെ തന്ന്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലൂഡോ കളിച്ച് ഫ്രീ ഫയർ കളിച്ച് കൊള്ളായിരുന്നു. ഇത്ര നേരം ഞാൻ സമയം പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവസാനം ഇവർക്ക് മിണ്ടിയപ്പോഴത്തേക്കും സമയം പോയി അറിഞ്ഞില്ല. വാങ്ങാൻ പോണു. അതുകൊണ്ട് എല്ലാവരും പ്രിപ്പറേഷനില്ല. കാണാൻ പറ്റത്തില്ല, ഇവിടെ ലൈറ്റ് ഇല്ല. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഇതിൽ ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ രാവിലെ 3:45 എണീറ്റ് പോയി ജസ്റ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് കാണിക്കണം. എന്താ അങ്ങനെ എത്ര നേരം ഞാൻ പറഞ്ഞില്ല 3:45 എണീറ്റു. നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ കിടന്നുറങ്ങി. പിന്നെ ഒരു 8-8:30 ആയപ്പോൾ എണീറ്റു. പിന്നെ അമ്മയെ വിളിച്ചു, അമ്മമ്മേനെ വിളിച്ചു, എൻ്റെ ഫ്രണ്ട് വിളിച്ചപ്പോൾ അത് അവൻ്റെ സംസാരിച്ചു. അങ്ങനെ ഇങ്ങനെ സമയം പൊയ്ക്കൊണ്ടേയിരുന്നു. ഇന്നലെ ഇവളുമാർ ഇപ്പോൾ പൊങ്ങി എണീച്ച് വന്നിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇരുന്നുകൊണ്ടത്. വെയിലാണ്. ഞങ്ങൾ സേലോ ഞങ്ങളിത് 2-3 ഗുഡ് മോർണിംഗ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കഴിക്കണം. വിശപ്പില്ല. എല്ലാം മണ്ടൊക്കെ തട്ടിക്കതാണ്ട് അശ്വതി പ്രോ അവള് ഉള്ളി അരിയുന്നു. ചെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നൊസ്റ്റാൾജിയാണ് വരുന്നത്. നൊസ്റ്റാൾജിയ മാലയൊക്കെ കാണുമ്പോൾ. സ്പ്രിംഗ് ഓണിയൻ ഇത് ഞങ്ങൾക്ക് അവർ തന്ന പൂരിയും ഇതും. ഞാൻ അവൾ എനിക്ക് വാരി തന്നില്ലേ. അപ്പൊ ഇവള് പ്രാവശ്യം വന്നില്ലേ. ഇപ്രാവശ്യം നീ എനിക്ക് വാരി തരാൻ. ഞാൻ വാരിപ്പോ നിങ്ങൾക്ക് അങ്ങനെ വേണം. എങ്ങനെയുണ്ട്? നല്ല അവർ നന്നയാണ്. ഇതിനൊക്കെ നല്ല. ഇന്നലെ ഞങ്ങൾ ചോദിച്ചു, പക്ഷെ ഞങ്ങൾ പറഞ്ഞു വിശപ്പില്ല, എനിക്ക് നാളെ മതി. ചേട്ടാ ഒരു സ്പൈഡർമാൻ. എന്റെ ഫ്രണ്ട് വന്നോണ്ട് സ്പൈഡർമാൻ വന്നു. സ്പൈഡർമാൻ സ്പൈഡർ. വെട്ടി 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 കേരള എത്തി. കേരള പാലക്കാട് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ താണ്ട് ഇതൊക്കെ മേടിച്ചു. അമ്മയ്ക്ക് പരിപാടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചു. നമ്മളങ്ങനെ വീട്ടിലെത്താൻ പോവുകയാണ്. ഇനി ഹീസ് ഫ്രം തെലങ്കാന ആൻഡ് ഐ ആം ഫ്രം കേരള. Your name? What? What? My name? Illa. Naveen. Oh, yes. Your? Ahalya KG. Your YouTube channel. അപ്പം നമ്മളെ വീട്ടിലെത്താൻ പോണ്. ഇനി ഞങ്ങള് ആലപ്പുഴയും ആലുവയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട്. വല്ല മനസ്സിലാവുന്നുണ്ടോ? Only Hindi. അന്നം തിന്നാം. అన్నం తిన్నావా? ఏం తిన్నావు? పూరి. ఏం కూర? టమాటా కూర. ఇది సేమ్ మీ ఆల్సో ఈట్ పూరి. మ్యాగీ. చుడువా కాలి చుడువా ఇద్దాం అక్కడ రాదు. కాఫీ తీసుకుంది. కాఫీ మంచిగా അവർ രണ്ടുപേരും കോഫി ട്രീസയും ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാത്തോണ്ട് ഞാൻ മേടിച്ചില്ല. എന്റെ ശബ്ദം കേൾക്കാവോ? സൗണ്ട്. ട്രീസ എനിക്ക് വേണ്ടിയിട്ട് ബ്രെഡും ജാമും വരട്ടി തരുത് ഗൈസ്. എനിക്കകത്തല്ല, ഇവർക്ക് എല്ലാവർക്കും ബ്രെഡും ജാമും കഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ എന്താ ചാച്ചാടി. ശരി, അടുത്ത വർഷം കാണാം ചാച്ചാ. നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം.
അല്ല അടുത്ത വർഷം ഇന്റേൺഷിപ്പിൽ മീറ്റ് ചെയ്യാം. അല്ല നിന്നെ പിന്നെ ഞാൻ ടാറ്റ പറയാം. നിനക്ക് ഇനി സ്റ്റോപ്പ് ഉണ്ട്. നിനക്ക് ഇനി റീസെറ്റ് ടാറ്റ. നമുക്കിനി അടുത്ത വർഷം പിന്നെ മീറ്റ് ചെയ്യാം. ചിലപ്പോഴേ വരുള്ളൂ കേട്ടോ ഞങ്ങൾ അടുത്ത ഇതിനെ. അല്ലാണ്ട് ചുമ്മാ വരുന്നില്ലേ? അത് തന്നെ അന്ന് ചിലപ്പോഴേ ഈ വർഷത്തിന്റെ കാര്യം അറിഞ്ഞൂടല്ലോ. അടുത്ത വർഷം ടാറ്റ പറ. ടാറ്റ പോലും എടി മറ്റേ ചേച്ചിമാര് പോയപ്പോ ഒരു ഡയലോഗ് ഇടും, കുഞ്ഞോനെ പോലെ കുഞ്ഞോനെ പോലെ പോലെ. നമുക്ക് ഇറങ്ങുമ്പോ ടാറ്റ പറയാം. ഇനി ബാക്കി ഓ എല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് കൊച്ചു കള്ളികളും. ടാറ്റ ബൈ ടാറ്റ. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ മാത്രം ഇവിടേക്ക് എന്തോ ആൾക്കാരുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ ഒന്ന് കയറുമ്പം ആദ്യം ഞാൻ, ഇറങ്ങുമ്പം അവസാനവും ഞാൻ ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ മനസ്സിലൊരു ലീവിന് പോകുന്നതുകൊണ്ടൊരു സന്തോഷമാണ്. പക്ഷെ എല്ലാവരും ഓരോരുത്തരായിട്ട് ഒരുമിച്ചല്ല ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് എല്ലാവരും പോയില്ലേ അങ്ങനെ ചിന്തിക്കുന്നത്. പിന്നെ ഹാപ്പിയാണ്. ഇനി എനിക്കെൻ്റെ വീട്ടിൽ ചെല്ലണം, വീട്ടുകാരെ കാണാൻ. എനിക്കതാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴും. എന്തായാലും കൊല്ലമല്ല കായംകുളത്താണ് പറഞ്ഞത്. അപ്പം പിന്നെ അവിടുന്ന് അപ്പയും അമ്മയും അനിയത്തിയും വരും, കാറി വരും. എന്നിട്ട് അവിടുന്ന് നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ട് ചിലപ്പോൾ നേരെ പോകും. അപ്പയുടെ വീട്ടിൽ ഇറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നേരെ ട്രിവാൻഡ്രത്തോട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഞാൻ നല്ല എക്സൈറ്റഡ് എല്ലാവരെയും കാണാൻ. എന്തൊക്കെയോ നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിൽ എപ്പോഴും അവരുടെ കൂടെ തന്നെ ഇരുന്നിരുന്ന് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇത്രയും ദൂരെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി. എനിക്ക് എല്ലാവരെയും കാണാനെന്ന് പറഞ്ഞൊരു കൊതിയാണ്. വീഡിയോ കോളിൽ കണ്ടിരിക്കുമ്പോൾ വീഡിയോ കോൾ വിളിക്കുമ്പോഴായിരിക്കും കുറേയും കൂടെ എഴുതും. അവരെ ഹാപ്പി മൊമെൻറ്റിൽ നമുക്ക് അവിടെ ഉണ്ടാകാൻ പറ്റുള്ള, അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴും നമുക്ക് അവിടെ ഉണ്ടാകാൻ പറ്റുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ നല്ലത് നമുക്ക് അവിടെ ഇല്ല, നമ്മളവിടെ ഇല്ലല്ലോ എന്നാലോചിച്ച് നമ്മൾ എടുത്തായിരിക്കും. പിന്നെ ഒരു സൈഡിൽ കൂടെ നോക്കുമ്പം എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഇത്രയും ദൂരം വന്നിരുന്ന് പഠിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ ഒരു സമാധാനം. ഓൾറെഡി അവർ അച്ഛൻ്റെ വീട്ടിൽ അപ്പൂപ്പനും അമ്മയും ഞങ്ങളുടെ വീട്ടിൽ കൊല്ലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ അവർ നേരെ അപ്പൂപ്പനും അമ്മയും വീട്ടിൽ കൊല്ലത്ത് കൊണ്ടുവിടാൻ പോയി. അപ്പം അവിടെ ആയിരുന്നു ഇത്ര നേരം ഉണ്ടാകണം അവർ നിന്നത്. അപ്പം അമ്മ നിന്ന് എന്തായാലും എന്നെ ഇന്ന് വിളിക്കാനും പറഞ്ഞു. അപ്പം അവരെ കൊണ്ടുവിട്ടിട്ട് അപ്പനും അമ്മയും കൊണ്ടുവിട്ടിട്ട് എന്നെ നേരെ വിളിക്കാൻ വരാമെന്നായിരുന്നു. അപ്പം ഒരു സമയമാകുമ്പോൾ അവർ ഓൾറെഡി ഇറങ്ങി. അപ്പം അവിടെ എൻ്റെ അനിയത്തിൻ്റെ കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാനും അവളെക്കാളും നല്ല എക്സൈറ്റ്മെൻറ്റാണ്. രാത്രി കിടന്ന് എന്തായാലും എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞു അമ്മ. വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഞങ്ങൾ കഴിക്കാനിരിക്കുമ്പം അല്ലേ എന്താ പറയുക എന്തെങ്കിലും വൈകിട്ടായാലും ചായ കുടിക്കാതിരിക്കുമ്പം അമ്മയായിട്ട് ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് വരുന്ന ടൈമൊക്കെ ആയിരിക്കില്ല വൈകിട്ട്. അന്നേരം അമ്മയും ഞാനും അനിയത്തിയും കൂടെ ചുറ്റിനിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ ഒരു മൊമെൻ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം സ്കൂളിൽ എന്നാ നടക്കുന്ന ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ നമ്മൾ അമ്മ എത്താൻ നീരെ പറഞ്ഞു. അമ്മ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് വൈബായത്. നമുക്ക് എന്തും പറയാം അങ്ങനെ എഴുതാം. അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതൊക്കെ നല്ല മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ചെന്നിട്ടായിരുന്നു നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇരിക്കത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ വിട്ട് കളയും. അങ്ങനെ മറ്റേതെന്ന് നേരെ സ്കൂൾ വിട്ട് വരിക, എല്ലാ കാര്യങ്ങളും പറയുക. ഇതാണ് കണ്ടിന്യൂസ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ കോളേജിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാം മാറി. ഇനിയെല്ലാം ഈ ഒരു മാസം പിന്നെ നമുക്ക് സംസാരിക്കാം. ഇയർലി ലീവ് കിട്ടുന്നുണ്ട് എന്തോ എല്ലാ ദിവസവും എൻ്റെ ബ്ലോഗ് കണ്ട് നിങ്ങൾ ബോറടിക്കുന്നതൊക്കെ അല്ലെങ്കിൽ എന്നെ മാത്രം കണ്ട് ബോറടിക്കാൻ പോയി. ഇനി കുറച്ച് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അവിടെ ഇറങ്ങിയതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരൂ. എങ്ങോട്ട് പോണല്ലു? നമ്മളെങ്ങോട്ട് പോണേ? അല്ല, നമ്മളിപ്പോ അച്ചു ചേച്ചി വിളിക്കാൻ പോവേയില്ലേ? നമ്മള് റെയിൽവേ സ്റ്റേഷനില്. ആ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ അച്ചു ചേച്ചി വിളിക്കാൻ പോവാ അല്ലേ? പോവാ അപ്പം. നമ്മളിങ്ങോട്ട് പോണല്ലോ. അല്ല, നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാ. എങ്ങോട്ട്? ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന് റെയിൽവേ സ്റ്റേഷനിൽ പോണ? നമ്മൾ അത് ഞാനാടാ, അച്ചു ചേച്ചിയെ വിളിക്കാൻ. അതെ. ഹലോ, ആർ യു റെഡി? Are you ready? You ready? You ready?
യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞു. Yes, I am ready. ഓക്കെ സോ ഗായ്സ് നമ്മളിപ്പോൾ Hi guys. Mandam guys. എന്താണ് Mandam guys. Mandam. മണ്ടാണോ പടിയിട്ടു ചേച്ചി മേടിച്ച ഏതാ കടയിൽ നിന്ന് ഇവിടെ ഫ്ലിപ്കാർട്ട് ഇതുവരെ മേടിച്ചേ. വേണോ വാങ്ങിച്ചു തരാം. ഞാൻ അടുത്ത പ്രാവശ്യം ചേച്ചി വരുമ്പോൾ വാങ്ങിച്ചു തരാം. ഇതെന്തോ ഇല്ല ക്യാമറ ആയിട്ടുണ്ടല്ലോ. ഹലോ 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 ചേച്ചി നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? മൈക്കല്ലേ നമ്മൾ പതിയെ കാര്യം പറയാം. സോ ഹലോ ഗായ്സ് മൈ നെയിം ഇസ് കങ്കണ. വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ത്രിജൽ മകേഷ്. ത്രിജൽ മകേഷ് അല്ലേ? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി? പറയണ നിനക്ക് എത്ര വയസ്സായി? അഞ്ഞൂടെ 5 വയസ്സായി എന്ന് പറ. 5 വയസ്സ്. 4 വയസ്സായെന്ന് പറ. 4 വയസ്സ്. So guys, we are going to pick up this YouTube channel's owner. So let's do ASMR. So guys, thank you for everybody who have been supporting my sister from the very beginning, and thank you for everyone who have subscribed to my sister's YouTube channel. So love you guys. അപ്പോൾ നമ്മളിവിടുന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊല്ലം വരെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കായംകുളം റെയിൽവേ സ്റ്റേഷനോ അവിടെ എവിടെയാണ്. കണ്ണടി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സോറി ഗൈസ്. സോ നമ്മൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കാൻ പോകുന്നത് മൈ ഡിയർ സിസ്റ്ററിനെ. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇനി ഒക്കെ കാണാം. കുറേ ദിവസമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ്. കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന മൊമെൻ്റ് ആണ്. സോ ഒക്കെ വരാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഇവിടെ ഒരു മിസ്റ്റർ അല്ലു ത്രിജൻ വളരെ സീരിയസ് ആയിട്ട് അവൻ വായിക്കുകയാണ്. ഗുഡ് ബോയ് ആണ് അല്ലു. യാ സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഇനി അവിടെ എത്തിയിട്ട് ലെറ്റ്സ് ഡു എ വീഡിയോ. ബൈ ബൈ. നമ്മളിപ്പോൾ എവിടെയാണ്? കായംകുളം റെയിൽവേ സ്റ്റേഷൻ. എന്തിനു വന്നാ? മോളെ വിളിക്കാൻ അഹല്യ വരുന്നുണ്ട്. എന്തിനു വന്നല്ലു? കണ്ണനെ വിളിക്കാൻ. അത് വേറെ ആളടാ. ഇത് അച്ചു ചേച്ചി. ആര്? അച്ചു ചേച്ചിയെ വിളിക്കാൻ. യെസ് ഗൈസ്, നമ്മൾ എൻ്റെ സ്വന്തം ചേച്ചിയെ വിളിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. വളരെ കുറച്ച് സമയത്തിനകത്ത് ആ ഒരാൾ ഇവിടെ എത്തുന്നതായിരിക്കും. ഗൈസ് ഒക്കെ വന്ന് എൻ്റെ കൊച്ചു വന്ന്. ഈ ട്രെയിനകത്ത് അക്കൗണ്ട്. അമ്മ ഇവിടെ AC അല്ല. A1 എനിക്ക് അവിടെ നിന്ന് നോക്കുന്നു. അപ്പൊ B3 അവളെ പിടിച്ചോളെ. അമ്മ പിടിച്ചോ. ഞാൻ പോവാക്കിയത് പിടിച്ചോളാം. B1 B2 B3 അങ്ങോട്ട് അവിടെ എവിടെ ഉണ്ട്? അവിടെ നിൽക്കുന്നവള്. അല്ലുമോനെ അല്ലു കിട്ടാ. അതൊക്കെ ഹൈലൈറ്റ് കുറച്ചിരിക്കുന്നുണ്ട്. ഇതിനകത്താണ് ആരും കേൾക്കോ? ഹലോ ഇറങ്ങിയോ?
അപ്പൊ എന്ത് Yes guys, I'm back to ഇതാണ് എൻ്റെ എന്താ പറയുക ഇവരുള്ളത് എവിടെയാണോ അവിടെയാണ് എൻ്റെ അവിടെ എല്ലാവരും ബിസി അതിലെ ഹലോ ഹായ് പറ അത് കുത്തണ്ടേ ഇനി കേൾക്കണേ നോക്കാദ്യം. ഹലോ അതെങ്ങനെ ഞാൻ അറിയുന്നത് മൈക്കിലാണോ കേൾക്കുന്നതെന്ന് എന്തായാലും അപ്പ അവിടെ വെയിറ്റ് ചെയ്യുക എനിക്ക് മൈക്കിരിക്കില്ല അത് വന്നാൽ നോക്കാം ഓഫ് ചെയ്തിട്ട്. എന്റെ പെട്ടി ചുമക്കാൻ ഞാനൊരു ആളിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ദേ വരുന്നുണ്ട് ആള്. എന്നെ കളഞ്ഞിട്ട് പോയി ഗൈസ്, എന്നെ കളഞ്ഞിട്ട് പോയി. നമുക്ക് എന്തായാലും അപ്പേ പോയി കാണാം. അതാണ്ട് അമ്മയും ഞാൻ വെറും ഒരു ചുമട് തൊഴിലാളിയായി. എന്തോന്ന് നീ അവിടെ കാര്യം പറ കള്ളി കൊച്ചു മുതലാളി ഞാൻ പറഞ്ഞ അല്ല എന്റെ കൊച്ചു മുതലാളി എന്തായാലും വലിയ പെരിയ ആള് ഇത് നമ്മക്ക് നല്ല വെയിറ്റ് ചെയ്ത് പിടി. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ തൂക്ക് എന്നെ തൂക്ക് എന്നെ കൊണ്ട് പറ്റും അതിന് പിന്നെ ഇത് പിടിക്ക് കൃഷ്ണ ഇത് പിടിയാ ആടി ഉണ്ടാക്കല്ലേ നീ പിടിക്ക് അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇത് പിടി. ഇത്ര സങ്കടം വേണ്ട. അത് ഫ്രണ്ടിലോട്ട് തൂക്കിയിട്ടണോ? മൈക്ക് എന്തെങ്കിലും പറ്റുമോ? ഇവിടെ ഉണ്ടല്ലോ. ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ്. അത് പിടിച്ചോണ്ട് പൊക്കോ. ഞാൻ ഇതും പിന്നെ ഞാൻ അതും കൊണ്ട് ഞാൻ ഇങ്ങനെ വരുന്നേ. യു ചീറ്റ്, യു ബ്ലഡി ചീറ്റ്. എന്നാ പൊക്ക്. അക്ക ഇതിങ്ങനെയൊക്കെയാണോ വയ്ക്കാൻ? അക്ക ഇന്ന് വയ്ക്കാറില്ല. ഞാൻ അങ്ങോട്ട് വാട്ട് ഈസ് ദിസ്? രണ്ടുപേരും പക്കത്ത് നിന്നാ ഞാൻ ഒരു സൈഡിലൂടെ ഞാനിവിടെ പിടിക്കണോ? വേണ്ട, ഞാൻ അതും കൊണ്ടാ നീ എന്ത് ചെയ്യണേ? പിടിക്കുന്നത് നിന്നെ മാത്രം കാണിച്ചാ ഞാൻ പിന്നെ സോറി വാ. അല്ലേലും ഇങ്ങനെ കൃഷ്ണ എന്റെ ഇങ്ങനെ അവരവരെ മാത്രം പോട്ടെ വീഡിയോ അതിനൊക്കെ കാണാൻ പറ്റും. ഞാനൊന്നും പറയണേ ഇനി അക്കെ കാണിച്ചിട്ടൊന്നും വേണ്ട. വാ ശരി, അത് കള്ളക്കളി കൃഷ്ണ. ഒരു സൈഡ് ഞാനിവിടെ പിടിക്കണോ? വേണ്ട, ഇതൊക്കെ എങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് കണ്ടില്ലേ ഞാൻ ഇങ്ങനെ പൊക്കിന്നിപ്പോ എടി പോണ വഴിക്കേ പതിയെ അക്ക മൈക്ക് ഓൾറെഡി ഞാൻ പറയാം പോണ വഴിക്ക് താഴോട്ട് കൊണ്ടുപോയാൽ മതി, അത് എളുപ്പ. മൈക്ക് ഈ കഷ്ടപ്പാട് ജനങ്ങൾ കാണണം. ജനങ്ങൾ നീ എന്നെ വീഡിയോ പകർത്തിയാ മതി, വേറെ അയ്യോ കിട്ടിയില്ലല്ലോ കോമഡി. ഒന്നുകൂടെ ആക്ഷൻ ചെയ്യോ? ഒന്നുകൂടെ വീഴുമ്പോൾ അഭിനയി അഭിനയാക്ക വീഴണമായിരുന്നു. ഇതൊക്കെ ഇന്റർവ്യൂ ഇട്ടൂടെ ചുമ്മാ മണ്ടി. അതല്ലേ ഇട്ടത്. ലൈറ്റ് എത്തൂലേക്കാ? ഇത് ചാർജ് ചെയ്യണോ ലൈറ്റ്? ഇറങ്ങി പോയടി ആ വഴി. ഇവിടെ പോയടിയമ്മ. എല്ലാരും നമ്മളെ കളഞ്ഞിട്ട് പോയി ഗായ്സ്. ഇവിടെയാണ് ഇറങ്ങാൻ. എല്ലാരും പോയി. പ്ലാറ്റിനം 4 എന്ന് പറഞ്ഞു. അക്കന്റെ കൂടെ വരാതൊക്കെ കാണിക്കാൻ ഞാൻ ഡിങ്കലൊന്നും ഇല്ല. ഞാനാണ് സ്ലോയിൽ ഇവിടെ നടക്കണേ, അവിടെ സ്പീഡില്. ഇതിപ്പോ പൊക്കത്തിന്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിയാം. എന്നെ കാണിക്കുമ്പോ അക്കയെ കണ്ടിട്ട് അക്കയെ കാണിക്കും എന്റെ തല നോക്ക്. അക്കയെ കാണിക്കുന്നു അക്ക നോക്ക് ക്യാമറയില്. എന്നെ കണ്ടൂടാ. പ്രശ്നമാണ് ഗൈസ്. കാര്യമാണെന്ന് തോന്നുന്നു. അനിയത്തിമാർക്ക് പൊക്കം കൂടുതലും ചേച്ചിമാർക്ക് പൊക്കം കുറവ്. ഇവിടെ മൊത്തം നമ്മളൊരു വലിയ ബഹളം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് വി ആർ സെയിം ഹൈറ്റ്. ഐ തിങ്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരേ ഹൈറ്റ്. യൂട്യൂബ് ചാനൽ ഞാൻ കട എടുത്തു. അവളെല്ലാം കാണിക്കും. ഇത്ര നേരം കോമഡി കാണിച്ചോണ്ട് നമ്മൾ അതൊന്നും കാണിച്ചില്ല. ഗൈസ് പെട്ടി ചുമക്കാൻ അപാരത. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും കഷ്ടപ്പെടുന്നുണ്ടോ? ഞാൻ ഉണ്ട്. നിങ്ങൾ അത് കഷ്ടപ്പെടുന്ന എൻ്റെ ചേച്ചി നിങ്ങൾക്ക് മാതൃക ഏറ്റെടുക്കാം. ഷീ ഈസ് യുവർ മോട്ടിവേഷൻ. പെൺകുട്ടിയായ സ്ട്രോങ് ആയിരിക്കണം എൻ്റെ ചേച്ചി. അവള് കൊഞ്ഞാൻ കുത്തലടിയാവേ അടി. അയ്യോ അക്ക പതിയെ ഇതെന്തിനൊക്കെ കാണിക്കണം ഗൈസ്. കള്ളു പിടിച്ച ആൾക്കാർ ഇതിനേക്കാൾ ബാലൻസ് നടക്കും. ഷീ ഡസൻറ്റ് ഹാവ് ബാലൻസ്. അക്ക പോയി ഇത്ര സ്പീഡിൽ പോകുന്ന ആളെ ഷൂട്ട് ചെയ്യാൻ മാത്രം ഞാൻ
പൊട്ടിക്കരുത്. ഇത്ര സ്പീഡിൽ ഓടിപ്പോകുന്ന ഒരു കുട്ടിയെ അമ്മ ഒന്ന് പതിയെ പോവോ. അങ്ങോട്ട് പോയപ്പോ ഇത്രയും പാടില്ലായിരുന്നു. നീ ആ ബാഗ് എന്താ നീ ട്രോൾ ഞാൻ ഇനി ട്രോൾ ഉരുട്ടണില്ല. അങ്ങോട്ട് ഉരുട്ടി വെയിറ്റ് ഇല്ലേ നീ സുഖമായിട്ട് ഉരുട്ടാന്നേ ഉള്ളൂ. കുഴപ്പമില്ല. അതുമല്ല ഇത്രയും സ്പീഡിൽ ഡിങ്കനെ പോലെ ഓർഡർ ആക്കിയ ഷൂട്ട് ചെയ്യാൻ ഞാനേ വേറൊരു ഡിങ്കനല്ല അല്ലേ. ഇതെല്ലാം കേൾക്കാമോ എന്തോ. മൈക്കൊക്കെ ആ ദിശയിലോട്ടൊക്കെയാണ് ഇരിക്കണം. അക്ക എവിടെ കൂടെ വാക്ക ഇല്ലെങ്കിൽ അക്കെ കാണൂല. ഇറങ്ങിയല്ലോ നമ്മള്. അപ്പൊ അവിടെ ഇറങ്ങുന്നുണ്ടോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തു ഗൈസ്. നമ്മൾ എന്തായാലും അപ്പയുടെ വീട്ടിൽ പോയിട്ടാ പോകുന്നത്. ഇതാണ് ഞാൻ പബ്ലിക്കിൽ സംസാരിക്കാത്തത്. മനസ്സിലായില്ലേ? എല്ലാരും ഞാൻ പറയുന്നതൊക്കെ അറിയും. ഞാൻ കാര്യം പറയട്ടാ. ഹൈദരാബാദിൽ ചെന്ന് അവിടെ ആർക്കും നമ്മളെ ഭാഷ അറിഞ്ഞൂടാ. അപ്പൊ എനിക്ക് ഒത്തിരി പറഞ്ഞ് ശീലിച്ച്. അപ്പൊ എവിടെ വന്നാലും എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റ് അതുമായിട്ട് ഞാൻ ഫിക്സ് ചെയ്യും. നീ നിന്നെ മാത്രമാണ് ഞാൻ ഇപ്പൊ കാര്യം പറയുന്നത്. അതിനൊക്കെ കണ്ടുകൂടാ. അക്കി പൊക്കമില്ല. നീ അത് പറഞ്ഞേ ഓൾമോസ്റ്റ് അതെ അക്കെ എന്റെ തലയിലോട്ട് തല മാത്രമേ ഉള്ളൂ. അത്രയും അക്കെ കാണിക്കും. അക്കെ കാണിക്കുമ്പോ എന്നെ കണ്ടുകൂടക്കാ. ഇങ്ങനെയല്ലേ പിടിക്കേ. ഇങ്ങനെ പിടിച്ചാ മതിയാ. ഇല്ലപ്പാ ഇവളെന്തരാന്ന് വീഡിയോ എടുക്കണത്. അത് ഞാൻ പേടിച്ച് ചമ്മിക്കേ. അങ്ങനെ വിളിച്ചത് ഇത് ആര് അമ്മയാണോന്ന് ചോദിച്ചു. അപ്പയാണെന്ന് വിചാരിച്ചില്ല. വാ പോവാ. കാറെവിടെ? കാറിലായിട്ട് മാത്രമാണ് ഞാൻ അവിടെ ഇരുന്ന് എല്ലാ തുണി ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് അവിടെ വീട്ടിൽ വെക്കാൻ കൊണ്ടുവന്നത്. അടിയറ ഞാൻ ഇനി ഇങ്ങോട്ടല്ലേ പറഞ്ഞേ. ഞാൻ ഇനി തിരിച്ചു പോക്കില്ലെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ എല്ലാം കൊണ്ടുവന്നു. അപ്പൊ കാണിച്ചു തരാം. അപ്പ അതിങ്ങനെ പോണ്ട് പോവേണ്ടി പനിയാ. അപ്പൊ ഇങ്ങനെ അല്ല കൃഷ്ണ വീഡിയോ എടുക്കാൻ. അങ്ങനെ വെച്ചോണ്ട് എടുക്കാൻ. നിങ്ങൾ ഓക്കെ കുണ്ടിക്കൊക്കെ അടിക്കണടി. കുണ്ടിക്കൊക്കെ അടിക്കണടി. എത്ര സ്പീഡ് അതിന് മാത്രം നിന്നെ വല്ല തോട്ടം കൊണ്ട് കളയും. നിങ്ങൾ ഇത്രയും സ്പീഡിൽ ഓടിപ്പോയി ഞാൻ നിന്നെയും കൊണ്ടുപോയി. ഇതാണ് വണ്ടി. അടുത്ത കോമഡി ക്യാമറയിൽ ക്യാപ്ചേർഡ്. ഞാൻ കൊണ്ടുപോകാൻ പോന്ന്. ചമ്മിയ മാങ്ങാണിയൊക്കെ അടിച്ചാ അടിക്കണേ. അയ്യോ ഇതാരും ഈ കുട്ടിപ്പട്ടാണ് എന്നെ വെറുതെ അടിക്കുന്നത്. കണ്ടില്ലേ സൂക്ഷിച്ചോടാ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക് ഒന്നും കാണാൻ പറ്റില്ല. നോക്കട്ടെ. അല്ല നേരത്തെ പറഞ്ഞ കാനൽ ചാനൽ ആരും നിൽക്കാൻ ഞാൻ നിന്നെ ഇങ്ങോട്ട് പോകുവാണ്. ആണാണെന്നേ കുഴപ്പമില്ല. ഞാൻ അവനെ ക്യാരി ചെയ്തോളാം. ബാഗ് ഇത് കണ്ടില്ലേ ഇവന്റെ അങ്കാരം കണ്ടില്ലേ. നല്ല ശ്രദ്ധയുള്ള ഒരേ ഒരു വ്യക്തി. എന്നിട്ടാണ് എന്നെ കളിയാക്കാൻ വന്നത്. തപ്പിയെടുത്തില്ലേ? ഇവന് കിട്ടൂലടി ക്യാമറക്കകത്ത്. കാരണം നമ്മൾ ഇത്രയില്ല. നമ്മളിതെടുക്കുമ്പോൾ അവിടെ തല കിട്ടില്ല. ഞാൻ എടുത്ത് പൊക്കി വെക്കാം. എന്താ അത്? അയ്യോ എന്റെ ഇതിനകത്ത് പരിപ്പോടെ ഉണ്ടായിരുന്നു. കട്ടി ആണോ? ഓക്കെ കൊച്ചിനെ പിടി. അവൻ ആ വഴി പോവും. ഒരു ഹായ് പറയാം. കേട്ടില്ല? കണ്ണാടി വെച്ചോണ്ട് കണ്ണാടി ഇല്ല. ഞാൻ ഈ കണ്ണാടി. I am a disco dancer. It's a bike ഓട്ടിച്ചു നോക്കേ പഞ്ചർ. നീ ഇത് വെച്ചോ. ഞങ്ങൾ വേറെ ഒന്നാ ചെയ്യാം. I'm sorry, that's in my eyes, you know. Hello, കണ്ണാടി. Yeah. അപ്പങ്കലാമ്പാടും മറ്റൊക്കെ ചുട്ടമായി EMI ചുട്ടത്. ഞാൻ ഇതിനാണ് വാങ്ങിച്ചൊരു സാധനം. അതാണ് ഇപ്പൊ ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത് അവിടെ. അമ്മയ്ക്ക് കണ്ണാടിയില്ല. ഇവിടുത്തെ മെയിൻ ആളാണ്. അമ്മായി അമ്മായി കച്ചോം പൊട്ടിയപ്പോൾ പോയി. അമ്മായി അമ്മയുടെ
ഈ ചെറുക്കനെ ക്യാമറ പിടിക്കാൻ അറിഞ്ഞൂടാ. അപ്പൊ എല്ലാരും വായിക്കാത്ത Yes, guys. AC, please on the AC. Please on the AC. ഇനി ഞാനാണ് അവിടെ. Please turn on your AC. ഇത് ചെവി വയ്ക്കൂ. Now ഇത് ചെവി വെക്കേ. കണി വയ്ക്കൂ. ശരിയാണല്ലോ, കണ്ണാടി ഉണ്ടല്ലോ ഇവിടെ. ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ് കണ്ണാടി. ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ഇങ്ങനെ ആലോചിക്കും, സാധാരണ അപ്പൊ കണ്ണാടി എന്നത് കാറിനകത്ത് ഇരിക്കുന്നതല്ല. ഈ തലയില് തലമുട്ടിയിലുണ്ട്, തലമുട്ടി. രാത്രി കണ്ണാടി വെച്ച് ഓട്ടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട്. ഇവനെ നിങ്ങൾക്ക് കണ്ട് പരിചയം ഉണ്ടായിരിക്കും, പണ്ട് എന്റെ വ്ലോഗിൽ എത്തിപ്പോയ ഒരാളാണ്, ഒരു അയൽവാസി. എന്തോ അമ്മ അയ്യോ ആരാ പറയുന്നേ? ചെറിയ പിള്ളേർക്ക് ചെറുതാക്കി. കുറെ നേരം കൊണ്ട് ഗൂഗിൾ മാപ്പിൽ അമ്മച്ചി കയംകുളം എന്ന് പറയുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നത്? കായംകുളം കേട്ടോ ഗൈസ്, ഞാൻ മൈക്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഉണ്ണിയപ്പം കുറെ നേരം കൊണ്ട് ഗൂഗിൾ അമ്മച്ചി കയംകുളം പറയുന്നു. വീഡിയോ എടുത്തിട്ട് അല്ലല്ല, നിനക്ക് തവണ വീഡിയോ വേണ്ടേ? നീ തിന്നണ വീഡിയോ വേണ്ടേതാ? അല്ല ഗുഡ് ബോയ്, നമ്മൾ മറ്റേ മുട്ടായി മേടിക്കണ്ടേ, അത് കഴി. അപ്പൊ കഴിക്കുമ്പോഴത്തേക്കും ശരിയാ. അവരെക്കാൾ വലിയ കൊച്ചല്ലേ വല്ല പുറത്ത് പിടിക്കാൻ പറ്റുമോ? നീ എന്നാ ഇനി ഉണ്ണിയപ്പം കഴിക്കോ? അവിടെ വെക്കാം. പക്ഷെ നിന്റെ മുഖം കാണണം അതിനകത്ത്. ഉണ്ണിയല്ല കാണാം. നിന്റെ മുഖം കാണണം. ഉണ്ണിയപ്പം കഴിച്ചോ? കൊള്ളാമോ? എങ്ങനെയുണ്ട് ക്യാമറ? അടിപൊളിയല്ലേ? എന്തോന്ന് ഫോട്ടോ എടുക്കാനോ? അതിങ്ങനെ എടുത്താൽ നിന്നെ മാത്രമല്ലേ കിട്ടും, നമുക്ക് ഫുൾ ഫോട്ടോ എടുക്കാം. ഞങ്ങൾ അപ്പടെ വീട്ടിൽ വന്നു. ഇവളുമാർ ഇവർ രണ്ടുപേരും പോയി കളിച്ചോണ്ടിരിക്കുക. ഞങ്ങളൊന്നും കഴിച്ചായിരുന്നു, കുറച്ച് കഴിച്ചു. എന്നിട്ടാണ് ഇപ്പം കളി തുടങ്ങിയത്. ഇവന്മാർ ഇവർ രണ്ടുപേരും. ഇനി നേരെ നമ്മളിപ്പോൾ ഇറങ്ങും, എന്തായാലും വീട്ടിലോട്ട് പോകാൻ. വീട്ടിൽ ചെന്നിട്ട് അങ്ങോട്ട് പോയി. എന്ത് ഇവനിങ്ങനെ പരിപ്പ് കണ്ടപ്പോൾ എനിക്ക് അമ്മയെ ഓർമ്മ. ഞാൻ വേണ്ടേ, ഞാൻ ട്രെയിനിൽ വെച്ച് കൊണ്ടുവന്നതാണ്. ഇപ്പം കളാണോ? ഇഷ്ടമല്ലേ പരിപ്പാടാ? ഇഷ്ടമല്ലേ? ഞാൻ വേണോ പരിപ്പാടാ? സമൂസയും ഉഴുന്നോടെ ഉണ്ടായിരുന്നു, അത് ഞാൻ കയറ്റി. പിന്നെ ഇത് പറഞ്ഞാൽ എല്ലാം തിന്നിട്ട് എനിക്ക് ഒരു പരിപ്പ് കടയാണ് കൊണ്ടുവന്നത്. പിന്നെ അമ്മ ഈ പരിപ്പ് വേണ്ടിയാണ്. അപ്പം ഞാൻ അതും കൂടെ തിന്നില്ല. ഞാൻ തിന്നാന്ന് വിചാരിച്ചേന്, പാവം കൊടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ പറയാനായിട്ടില്ലേ നിങ്ങൾ? അവന് എന്താണ് എന്റെ ബാഗിന് അതിനെ കൊള്ളാം ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാം. കൊള്ളാം, നീ പറ. ഞാനേ നീ ഇവിടെ കാര്യം പറഞ്ഞാൽ ഇങ്ങനെ തന്നെ അത് തന്നെ ഞാൻ പറഞ്ഞു തരണ്ടേ? അത് ഞാൻ പറഞ്ഞു. ഇത് മറ്റേതല്ലോ പറ വേഗം. ഞാൻ അല്ലുവിന് എന്റെ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അവന് കാണിച്ചു കൊടുക്കണം. അതിന് വാശി പിടിച്ചപ്പം അല്ല, അല്ലു എന്തിനാ ഇവിടെ ഇരിക്കണേ? ഇത് കാണാൻ വേണ്ടി വന്നിരുന്നത് എന്റെ ബാഗിനകത്ത് എന്തൊക്കെയാണ്. ബൈ ടാറ്റാ. അപ്പൊ നമ്മള് അപ്പയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി നേരെ നമ്മുടെ ട്രിവാൻഡ്രത്ത് പോയായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്ക് നമ്മള് അപ്പയുടെ കൂട്ടുകാരന്റെ വീട്ടിലും കൂടെ കേറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ മാമന് എന്തെന്ന് കുക്കുമാമനാണെങ്കിൽ ഞങ്ങൾക്ക് ഐസ്ക്രീമും ഫ്യൂസും പിന്നെ എടുത്ത് കാണിച്ചേ. അതെന്തി കേക്ക് എടുത്ത് കാണിച്ചേ. ആ കേക്ക് ഇതെടുത്ത് കൈ വെക്കാൻ പറ്റാത്തോണ്ടല്ലേ എനിക്ക് പക്ഷെ എടുത്ത് കാണിക്കണമെന്നുണ്ട്. അതെ, ക്യാരറ്റിന്റെ ആണോ കേക്ക്? ക്യാരറ്റ് കേക്കും പിന്നെ എനിക്ക് ബട്ടർ സ്കോച്ചാണ് തന്നത്. കാരണം എന്റെ ഫേവറേറ്റ് ബട്ടർ സ്കോച്ചാണ്. അവൾക്ക് ചോക്ലേറ്റ്, അവൾക്ക് ചോക്ലേറ്റ്. പിന്നെ ഫ്യൂസും ഉണ്ട്. ഫ്യൂസ് എനിക്ക് അവക്കും ഫ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പം ഫ്യൂസും തന്നു. ഫ്യൂസ് കുക്കുമാമന് അവിടെ ഷോപ്പുണ്ട്, ഈ അല്ലേ ചെറിയ കടയുണ്ട്. ഇതിന്റെയൊക്കെ കടയുണ്ട്. ഇപ്പൊ എന്താ പറയുന്നേ, ഇവക്ക് സ്പ്രൈറ്റും കൊടുത്തു. എനിക്കാണെങ്കിൽ സ്പ്രൈറ്റ് ഇഷ്ടമില്ല. എന്തായാലും എനിക്ക് സ്പ്രൈറ്റ് ഇഷ്ടമില്ല, സോ ഞാൻ അത് കുടിക്കത്തില്ല. എനിക്ക് ഗ്യാസ് ഐറ്റംസ് ഇഷ്ടമില്ല. എനിക്ക് നോർമൽ ജ്യൂസ് ഇപ്പൊ കുടിക്കാനും തോന്നുന്നില്ല ഒന്നത്തെ കാര്യം അതാണ്. അപ്പൊ ഞാൻ പോയി ഐസ്ക്രീം കഴിക്കട്ടെ. ഇനി നേരെ വീട്ടിലോട്ട് പോകുന്നു. ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അമ്മൂമ്മേനെ കാണണം.
ഒരു മിനിറ്റ് സംസാരിച്ചു. എന്ത് ഡിസ്റ്റർബൻസ് ആണെന്നറിയാം. എന്നെ കാര്യം പറയാൻ സമ്മതിക്കൂല. കഴിക്കണതും കാണിച്ചു കൊടുക്കണേ. നീ കഴിയുന്ന അയ്യോ കുലുങ്ങ. ആ ഭാഗ്യം നന്നായി. അല്ലാതെ ഞാൻ ഇങ്ങനെ വെച്ചോണ്ടാണ്. അപ്പം ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞു. ഇനി ട്രിവാൻഡ്രത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മേനെ അമ്മ വാട്ട് യു ആർ ഡൂയിങ്. ഒരു മിനിറ്റ് ഇപ്പൊ തരും. അപ്പം അപ്പഴത്തേക്കും വീട്ടിൽ ചെല്ലണം. നാളെ ആവുമ്പം അമ്മൂമ്മയെ കാണണമെന്നുണ്ട്. അപ്പം നമ്മള് നാളെ എനിക്ക് അമ്മൂമ്മേനെ കാണണം, പിന്നെ മാമന്റെ 2 മക്കളെയും കാണണം. എനിക്ക് അതൊക്കെയാണ് ആഗ്രഹം. സീരിയസ് ആയിട്ട് എനിക്ക് എന്തിനാ ചിരിക്കണേ? എനിക്ക് മനസ്സിലായി നീ എന്തിനാ ചിരിക്കുന്നേ? കാര്യം പറഞ്ഞു. അവിടെ ആയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് വീഡിയോ ശല്യമില്ല. ഇവിടെ എല്ലാവരെയും സംസാരം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്ത് കളയും. അത് കുഴപ്പമില്ല, അവർക്ക് ഇട്ടേക്കും. അങ്ങനെ അതൊക്കെയാണല്ലോ ഒരു ലൈഫിൽ നമ്മൾ ഇതൊക്കെ നാളെ ഒരു ദിവസം നമ്മള് പ്രോബ്ലം കാര്യം പറഞ്ഞിരി എന്നാ എനിക്ക് ചിരിക്കുക. അപ്പം ഞാൻ എല്ലാം ഇടും. പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പം ഇപ്പൊ ഓഫ് ചെയ്യും. മിണ്ടാണ്ടിരിക്കും അപ്പോഴേക്കാണ്. അപ്പൊ ഞാൻ പോകുന്നു, അപ്പയ്ക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓഫ് ചെയ്യട്ടെ, ടാറ്റാ ബൈ. ഞങ്ങൾക്ക് കഴിക്കുന്ന വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഇടാം. ടാറ്റാ. അപ്പം ഇത്രയും നേരം ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു വരുന്ന വഴിക്ക്. എനിക്ക് നല്ല ഉറക്കം വരുന്നതിന് അനിയത്തിയുടെ മടി കിടന്ന് കൃഷ്ണയുടെ മടി കിടന്ന് ഉറങ്ങി. അപ്പോഴത്തേക്ക് ഇടയ്ക്ക് കടയിൽ നിർത്തിയപ്പോൾ ഇവിടെ ജ്യൂസും ചായ എല്ലാം കിട്ടും. തട്ടുകടയൊന്നും പറയാൻ പറ്റൂല. ഇവിടെ നിർത്തിയപ്പോൾ അപ്പ ചായയും കുടിച്ചു. അമ്മ ചായ അമ്മ കുടിച്ചേ. അമ്മയും ചായ കുടിച്ചു. അപ്പ ചോദിച്ചു എന്നാ വേണം, നാരങ്ങ വെള്ളം വേണോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണം. അപ്പം ഇത്ര നേരം വന്നില്ല, എനിക്കൊന്ന് നാരങ്ങ വെള്ളം വാങ്ങാൻ നിൽക്കുവാണ്. അത് വന്നാൽ ഞാൻ നാരങ്ങ വെള്ളം കുടിക്കും, ഇല്ലെങ്കിൽ ഞാൻ ശിശിയോ. അത്രേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് തന്നെ 2 ഉണ്ടല്ലോ. അപ്പക്കാ തണുപ്പ് വരണം കൃഷ്ണക്ക്. അങ്ങനെ തന്നെ. ഭയങ്കര കയ്പ്. ത്തിന്റെ ഇതിൽ ഓപ്പോസിറ്റ് വെക്കണ്ടേ? കുറച്ചും കൂടി നീക്ക്. ഇവിടെ എല്ലാരും പറഞ്ഞു കൊണ്ടുവരൂല. കുടിക്കണം. തണുപ്പ് നോക്കണേ. കുടിക്കട്ടെ. അപ്പഴാണ് അവിടെ വെട്ടോണ്ട്. ഞാൻ വീടെത്തി. എങ്ങനെ ലൈറ്റ് എല്ലാം പോയി. ഞാൻ വീടെത്തി. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഇവിടെ എൻ്റെ 2 പട്ടിക്കുട്ടികളുണ്ട്. ഇപ്പൊ വെട്ടുണ്ട്. ഇത് പിടിച്ചേ. അപ്പൊ ഗൈസ് ടാറ്റ ബൈ. ഇപ്പുറത്ത് വാ. ബൈ ഗൈസ്. ലാസ്റ്റ് 2 കിടക്കാൻ നേരം ബെഡിലാക്കാം, റൂമിൽ വെച്ചെടുക്കാം. അതാണ് ഇവക്ക് പ്രാന്ത്.